നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത്. നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു. ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകളെല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു. അതേസമയം ഈ പ്രായത്തിലും തന്നെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ പ്രായത്തിലും മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. തന്റെ 20കളിൽ പോലും മഞ്ജു ഇത്ര സുന്ദരിയായിരുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പുഞ്ചിരി മാത്രമാണ് താരത്തിന്റെ മറുപടി. മനസ്സിന്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും സൗന്ദര്യത്തിനല്ലെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഉത്തരം ഒഴിഞ്ഞു മാറൽ മാത്രമാണെന്നാണ് പലരും പറഞ്ഞാറുള്ളത്. വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നത് തന്നെ. സാധാരണഗതിയിൽ നടിമാർ വിവാഹശേഷം വരുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത്. ഇപ്പോഴിതാ മഞ്ജു വസന്തം എന്ന പേരിൽ പുതിയൊരു ഫാൻ പേജ് തുടങ്ങിയതിനെ കുറിച്ച് ആരാധിക എഴുതിയ കുറിപ്പ് വൈറലാവുകയാണ്. വിഷാദമടക്കമുള്ള പല അവസ്ഥകളിലും മരുന്ന് പോലെ മഞ്ജു വാര്യർ വന്നതിനെ കുറിച്ചാണ് ആരാധകർ പറയുന്നത്. എത്ര ദുഃഖത്തോടെയും സങ്കടത്തോടെയും ഇരിക്കുമ്പോഴും എനിക്ക് ആശ്വാസം പകരുന്ന ഈ ലോകത്തെ ഒരേ ഒരു മെഡിസിൻ മഞ്ജു വാര്യരാണ്. മഞ്ജു ചേച്ചിയുടെ ഈ പേജ് ഞാൻ തുടങ്ങിയത് പോലും ആ ഒരു അവസ്ഥയിലാണ്. ആ സമയത്ത് അവരുടെ വാർത്തകൾ, പോസ്റ്റുകളും ഒക്കെയാണ് കൂടുതലായി ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നത്. ഡിപ്രഷൻ എന്നൊരു അവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കാറുണ്ട്. ഞാൻ തന്നെ കണ്ടെത്തിയ ഏക മരുന്നും പ്രതിവിധിയുമാണ് എനിക്കിന്ന് മഞ്ജു വാര്യർ എന്ന അത്ഭുതം. അവരെ കുറിച്ചുള്ള ആക്ടിവിറ്റിയിൽ മുഴുകുക, അവർക്ക് നല്ലൊരു പിന്തുണയും എനിക്ക് ആവുന്ന തരത്തിൽ സപ്പോർട്ടും കൊടുക്കുക. ആദ്യമൊക്കെ അതൊരു തരം വാശിയായിരുന്നു, ചിലരോടുള്ള പിന്നെ അതൊരു ആരാധനയായി. ഇന്നെന്റെ ആശ്വാസമാണ് മഞ്ജു ചേച്ചി. ചേച്ചി എന്റെ അനുഭവത്തിൽ നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ്. ഒത്തിരിയേറെ ഇഷ്ടത്തോടെ ചേച്ചിയുടെ ഒരു അഭ്യുതകാംക്ഷി, എന്നും നന്മകൾ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനായി എന്റെ പ്രാർത്ഥനകളും എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിന് താഴെ മഞ്ജു വാര്യർ പ്രചോദനമാണെന്ന് പറയുകയാണ് ആരാധകർ. സത്യമാണ്, മഞ്ജുവിനെ കാണുന്നത് ഒരു പോസിറ്റീവ് എനർജി തരും. പ്രായം 40-ന് മുകളിലായാൽ ഇനി ഒന്നും സാധിക്കില്ലെന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്കും എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറയാനും അതിന് ശ്രമിക്കാനും പ്രചോദനം നൽകുന്നതും ഈ ഒരു മുഖമാണ്. മഞ്ജു എന്ന വ്യക്തി തളർന്നാൽ അതിന്റെ വേദന പലർക്കും സഹിക്കാൻ പറ്റില്ല. കാരണം എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും മഞ്ജുവിന്റെ ധൈര്യം, നിലനിൽപ്പ്, ആ ചിരി, തന്റെ ഇടം, തനിച്ചുള്ള യാത്ര, സ്വന്തം കാലിൽ നിന്ന് ജോലി, ആര് ചതിച്ചാലും സ്ത്രീകൾ ജീവിക്കുമെന്ന് കാണിച്ചു കൊടുത്തു. പ്രതീക്ഷകൾ തകരുമ്പോഴും മുൻപോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കാതെ തളരാതെ വളരുകയാണ്. ദൈവം കൂടെയുണ്ട്. വിശ്വസിച്ച് താലി ചാർത്തിയവൻ മറ്റൊരു പെണ്ണിനെ മണത്തു പോയില്ലേ? ജീവിക്കണം സഹോദരി, ദൈവം തീർക്കും കണക്കുകൾ. നിന്നെ ചതിച്ചവരെ കാലവും ദൈവവും വെറുതെ വിടില്ല. മകൾ കൂടി ഒറ്റപ്പെടുത്തിയിട്ടും പിടിച്ചു നിന്നില്ലേ? ഉള്ളിൽ ഒരുപാട് കരയുന്നുണ്ടാകും. പല സ്ത്രീകളും ഇന്നും മുന്നോട്ട് പോകുന്നതിന് മഞ്ജുവിന്റെ ജീവിതം ഒരു കാരണമാണ്. മഞ്ജു വാര്യർ ഒരിക്കലും തളരില്ല. അവരെ ചതിച്ചവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും. ഇതെല്ലാം കാലം തീർക്കും. അവരോട് ദൈവം തന്നെ എല്ലാത്തിനും കണക്ക് ചോദിച്ചോളും എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ.